നമുക്കേ ഇന്ന് നല്ലൊരു വെണ്ടയ്ക്കക്കറി ഉണ്ടാക്കിയാലോ. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. വെണ്ടയ്ക്ക നന്നായി കഴുകിയെടുക്കുക ആദ്യം. എന്നിട്ട് വെണ്ടയ്ക്കയുടെ രണ്ടറ്റവും മുട്ടി കളഞ്ഞത് നടുവേ ഒറ്റ പെട്ട് കൊടുക്കുക. ഇതിങ്ങനെ ഇരിക്കും. നമുക്കെന്നിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് ചൂടായി കഴിയുമ്പോൾ വെണ്ടയ്ക്ക എണ്ണ ഒഴിക്കും. അങ്ങനെ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും, അതൊന്നും മൈൻഡാക്കണ്ട, എന്നിട്ടോളൂ. നന്നായി ഇളക്കുക കേട്ടോ. ഞാനൊരു 6-7 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നായിരുന്നു. എന്നാലാണ് ഇങ്ങനൊരു പരുവത്തിൽ ആയി വരുള്ളൂ. ഈ വഴന്ന വെണ്ടയ്ക്ക നമുക്കൊന്ന് മാറ്റി വെക്കാം. 2 തക്കാളി, പച്ചമുളക്, ഒരു വലിയ സവോള. തക്കാളി നമുക്ക് അടിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇന്ന് ഒരു 3 സ്പൂണ് തൈര് ആവശ്യമുണ്ട്. തൈര് നന്നായി മിക്സ് ചെയ്തതിലേക്ക് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി മുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക ഇട്ട് ചൂടാക്കി ആ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് വെണ്ണ ഒഴിക്കാം. അതിലേക്ക് കറുകപ്പട്ടയും ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇട്ട് പൊട്ടിക്കാം. അത് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ചുവന്ന മുളക് ചേർക്കുക, സവോള അരിഞ്ഞ് കുഞ്ഞതാക്കി എണ്ണച്ച് ചേർക്കുക, കുറച്ച് പച്ചമുളക് ചേർക്കുക, ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. നമുക്കതിലേക്ക് കുറച്ച് കായം ഇടുക. കായപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ സവോള വഴണ്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യുക. അത് നന്നായിട്ട് ഒന്നാക്കി കഴിയുമ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ആ തൈരിൻ്റെ മിശ്രിതം ആക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കുക. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഇടുക. നമ്മൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് വഴറ്റി വെച്ച നമ്മുടെ വെണ്ടയ്ക്ക ചേർക്കുക. നല്ല സൂപ്പർ സാധനം കേട്ടോ. എനിക്ക് സാധാരണ വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷേ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ്. വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് ഇത് മല്ലിയിലയാണ്, ഫ്രീസറിൽ വെച്ചോണ്ട് അങ്ങനെ ഇരിക്കണേ. മല്ലിയില നമുക്ക് ഇടാം. നല്ല സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക കറി റെഡി. ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ചൂടാണ്, കുടിക്കൂ അല്ലെങ്കിൽ കൈ കൊള്ളും. കൊള്ളാം കേട്ടോ. സത്യത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒന്ന് ട്രൈ ചെയ്ത്